ഹലോ. അപ്പോൾ ഞാനിത്തവണ ടെറസിൻ്റെ മുകളിലൊരു കുറച്ച് പച്ചക്കറി തൈ വെക്കാന്ന് വെച്ചാൽ ഗ്രോ ബാഗിൽ അധികമൊന്നുമില്ല കേട്ടോ. ഒരു 4 വഴുതനങ്ങ ഉണ്ട്, 4 മുളകുണ്ട്, 4 തക്കാളി ഉണ്ട്. വെണ്ട കിട്ടിയിട്ടില്ല, വെണ്ട 2 ദിവസം കഴിഞ്ഞാൽ. ഇത് അടുത്ത നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ്. ഇനിയിപ്പോൾ വിത്തൊന്ന് കുഴിച്ചിട്ട് മുളപ്പിക്കാനുള്ള സമയമായി. ഇത് ഇത്തവണ ജസ്റ്റ് ഒന്നിങ്ങനെ 2 ആഴ്ച ഉണ്ടാവും. അപ്പോൾ പിന്നെ ഒന്ന് ജസ്റ്റ് നട്ടൊരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ പോയാലും കുഴപ്പമില്ല, മഴക്കാലമല്ലേ. മറ്റത് വേനൽക്കാലം ആകുമ്പോൾ എന്താ വെച്ചാൽ നനയ്ക്കും, പക്ഷേ ശരിക്ക് നനച്ചില്ലെങ്കിൽ അത് നാശമായി പോകും. പിന്നെ കഴിഞ്ഞ വർഷം ഒന്നും ഉണ്ടാക്കിയില്ല, കാരണം അധികം ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. മാസത്തിൽ 2 തവണ ബാംഗ്ലൂരോ ബോംബെയിലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, ഒന്നും ഉണ്ടാക്കിയില്ല. പിന്നെ 2 പേർക്കല്ലേ, വെറുതെ ഉണ്ടാക്കി നാശാക്കണ്ടല്ലോ എന്ന് കരുതി ഇത് ജസ്റ്റ് ഒന്ന് തന്നെ ടൈം പാസിന് തൈ വെച്ച് നടാമെന്ന്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. ഗ്രോ ബാഗ് ഇവിടെ കുറേ ഉണ്ട് എൻ്റെ അടുത്ത്. കഴിഞ്ഞ പ്രാവശ്യം മുന്നേക്കെ ഉണ്ടാക്കിയിരുന്ന ഗ്രോ ബാഗുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഇപ്പോൾ 2-3 മാസം മുമ്പേ ഉണ്ടാക്കിയിരുന്നൊരു 2 തൈ വെച്ചിരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഉണ്ടായിരുന്നില്ല ഇവിടെ അധികം. അപ്പോൾ ഒരു തൈ ഇപ്പോൾ ഇങ്ങനെ ഇതായിട്ട് ഇതപ്പോൾ അതിൽ 2-3 കായൊക്കെ പൊട്ടിച്ചു. ഇപ്പോൾ 2 കായും കൂടി ബാക്കിയുണ്ട്. നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ, പക്ഷേ ഇവിടെ തന്നെ വേണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവിടുന്ന് മുങ്ങിപ്പോയാൽ ശരിയാവില്ല. വഴുതനന്നൊക്കെ പറഞ്ഞാൽ ഒരു കൊല്ലത്തിലധികമായി വെച്ചിട്ട്, അതിലിപ്പോഴും ഉണ്ട്, ഇടയ്ക്ക് ഓരോ കായ ഉണ്ടാവും. ഗ്രോ ബാഗൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പഴയത്. എല്ലാത്തേക്ക് മണ്ണൊഴിച്ചു, മണ്ണൊക്കെ ഇവിടെ തന്നെ കൂട്ടിയിട്ടിരിക്കുക. ഇനി ഇവിടെ താഴത്തുനിന്ന് മേലെ കൊണ്ടുവരേണ്ടതെന്ന് വെച്ചിട്ട് ആക്ച്വലി ഇത് മിക്സ് ചെയ്താണ് കേട്ടോ. ഇത് ഈ മണ്ണിൽ ഞാൻ കുറച്ച് ഇതൊക്കെ മറ്റേ ചകിരിച്ചോറൊക്കെ മുന്നേ കൂട്ടിയിട്ട് കുറച്ച് ലൂസാക്കിയത്. കാരണം ഇവിടുത്തെ മണ്ണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡാണ്, പെട്ടെന്ന് ഹാർഡാവും. അപ്പോൾ ഞാൻ കുറച്ച് ചകിരിച്ചോറൊക്കെ മുന്നേ തന്നെ കൂട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ മണ്ണ് കുറച്ചെടുത്തിട്ടുണ്ട്. ഒരു 5-6 ബാഗ് 6-7 ബാഗല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ ആ മണ്ണ് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എന്ത് ചേർക്കുന്ന വെച്ചാൽ കുറച്ച് നാട്ടുംകാട്ടപ്പൊടി കുറച്ച് ചേർക്കണുള്ളൂ കേട്ടോ. കാരണം ഇതിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇത്ര അധികം ചേർക്കാൻ പാടില്ല, പിന്നെ മേൽവളമായിട്ട് നമുക്ക് ഇടാം. ആട്ടുംകാട്ടത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് ചാണകപ്പൊടി. ഇത് പിന്നെ കുഴപ്പമില്ല ചാണകപ്പൊടി, പക്ഷേ ആട്ടുംകാട്ടത്തിൻ്റെ അധികം നമ്മൾ ചേർക്കല, ചൂടല്ല. ചെറിയ തൈകളാണ്. കുറച്ചൊന്ന് നമുക്ക് മേൽവളമായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഫെർട്ടിലൈസർ ഒന്നും ഇടാറില്ല കേട്ടോ ഇതിന്, കാരണം നമ്മൾ കുറച്ചെല്ലാം ഉണ്ടാക്കുന്നുള്ളൂ. കൂടുതൽ ഉണ്ടാക്കുന്നവരൊക്കെ ഫെർട്ടിലൈസർ ഇടും. അത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. കുറച്ചുണ്ടാകൊണ്ടിട്ട് ഇങ്ങനെ ഇതുകൊണ്ട് മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ കൈക്കോട്ട് കൊണ്ട് മിക്സ് ചെയ്യാൻ കൂടുതലുണ്ടെങ്കിൽ ബസ് പോണ ശബ്ദം കേട്ടോ. ബസ് നിർത്തണം. ആകെ ഒരു ബസ്സേ ഉള്ളൂ ചെയ്യുന്നത്, പക്ഷേ 5-6 ട്രിപ്പ് ഓടും. ഇപ്പോൾ സ്കൂള് വിട്ട സമയം നല്ല സ്കൂൾ ബസ്സുകളുണ്ട്, ഒരുപാട് സ്കൂൾ ബസ്സുണ്ട്. പണ്ടൊക്കെ സ്വപ്നഗീതൊക്കെ പഠിക്കുമ്പോഴത്തേന് സ്കൂൾ ബസ്സും ഇല്ല, ഒന്നുമില്ല, ഒക്കെ നടന്നു പോകണം. ഇപ്പം എല്ലാ സ്കൂളിൽ നിന്നും ബസ്സുകൾ വരുന്നു. കോമ്പറ്റീഷനായില്ലേ, വീട്ടിൻ്റെ പഠിക്കൽ ബസ്സില്ലെങ്കിൽ കുട്ടികൾ പോവില്ല. ഇത് നമുക്കിനി ഓരോ ബാഗിൽ കുറച്ച് നിറയ്ക്കാം. പകുതി ബാഗ് ഇപ്പം നിറയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് മണ്ണിട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം, കുറച്ച് വളർന്നതിൻ്റെ ശേഷം. അത് കഴുകി വെച്ചതാണ് കേട്ടോ. കുറേ അന്ന് കഴിഞ്ഞപ്പോൾ മണ്ണൊക്കെ ഇട്ടിട്ടൊക്കെ കഴുകി വെച്ച് എപ്പോഴാണ് അവസാനം വരിക അപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്. പിന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ 2 പ്രാവശ്യം പോവുക കാരണം അതൊരു ഇൻട്രസ്റ്റ് ഇല്ല, മടിയായി പോയി. നമ്മളിവിടെ വേണം, അപ്പോൾ അങ്ങനെ ദിവസം ഉണ്ടാക്കും, നല്ല രസം. സ്റ്റാർട്ടിങ് നമുക്ക് ഇത്ര നിറച്ചാൽ മതി. പിന്നെ നമുക്ക് അങ്ങനെ ഇടയ്ക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം ഇളക്കിയിട്ട്. ആദ്യമേ നമ്മൾ നിറച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇളക്കി തന്നെ ബുദ്ധിമുട്ടാവും. ഈ കൃഷി ഭവനൊക്കെ ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ മണ്ണ് നിറച്ച് കൊടുക്കുന്നതിൽ വളം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, വെറും മണ്ണ്. കുറച്ച് വളട്ടുണ്ടാവും. ഞാൻ മുന്നേ വാങ്ങിയിരുന്നു, ഇപ്പം ഞാൻ പ്രൈവറ്റായിട്ട് വാങ്ങുന്നത് ഗ്രോ ബാഗ്. പക്ഷെ ഇത് 2-3 കൊല്ലമായി, നല്ല ബാഗാണ്. ഇതിനൊന്ന് നല്ല 20 ഉറുപ്പിക ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ 3 വർഷമായി കണ്ടിന്യൂസ് യൂസ് ചെയ്യും.
ഒരു കുഴപ്പമില്ല. ഇതിലേക്ക് തന്നെ കുറേശ്ശെ എല്ലുപൊടി ചേർക്കണ്ടത്, കുറച്ച് ചേർക്കണം കേട്ടോ. ഇത് ഒരു അടിവളമായിട്ട് നല്ലതാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് വേപ്പും പിണ്ണാക്കും കൂടി വേണം, പക്ഷെ വാങ്ങിയില്ല. അത് നല്ല മേൽവളമായിട്ട് കൊടുത്താൽ മതി, കുഴപ്പമില്ല. ഒന്ന് തെളിഞ്ഞ് കിട്ടിയാലേ, ചെടിയൊക്കെ ഒന്ന് തെളിഞ്ഞാൽ ഒപ്പം എടുക്കാം. ഇത് മതി കേട്ടോ, നമുക്ക് ധാരാളം ഉണ്ടാവും ഇതൊക്കെ. ഞാൻ ഇങ്ങനെ കുറേ ഉണ്ടാക്കിയിരുന്നതാണ്. ഇത്ര തക്കാളിയെ പൊട്ടിക്കുന്നു, ക്യാബേജ് എല്ലാം ഉണ്ടാക്കാം. പറമ്പിലുണ്ടാക്കിയ ഇവിടെ പന്നിയും മയിലൊക്കെ ഇവിടെ ആകുമ്പോൾ പിന്നെ അങ്ങനെ എന്നാലും വരും മയിൽ, പക്ഷെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഇനി നമുക്ക് ഓരോന്ന് വെക്കാം. ഇത് നീളമുള്ള മുളകെന്നാണ് പറഞ്ഞത് കേട്ടോ. നല്ല നഴ്സറി അത്, എപ്പോഴും ഞാൻ മേടിച്ചാൽ നല്ല ഉണ്ടാവാറുണ്ട്. 2 ദിവസം അങ്ങനെ ഇവിടെ ഷീറ്റ് ഉണ്ട്, തണലിൽ വെക്കുക. അപ്പോൾ നല്ല വെയിലുണ്ടെന്ന്, പിന്നെ അത് വെയിലത്തേക്ക് എടുത്ത് വെക്കണം. നല്ല വെയിൽ വേണം പച്ചക്കറിക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ മൂടി നിന്നാലേ നേരെയില്ല. അതാണ് വേനൽക്കാലത്ത് നന്നായി ഉണ്ടാവും. വർഷകാലത്ത് എപ്പോഴും ഒരു മരടിച്ച പോലെയാണ്. നനച്ചു കൊടുക്കണം. മറ്റേ ഇവന് ഷീറ്റൊക്കെ ഇട്ടിട്ട് വേണം. അറിയില്ല, നല്ലതായിരിക്കും, നല്ലതാവാറുണ്ട്. എപ്പോഴും ഞാൻ മേടിക്കുന്ന സ്ഥലമാണ്. ഇവർ പറയും നന്നല്ലാന്ന്. ഇവർ വെറും ഈ ചകിരിച്ചോറിലെ വെക്കട്ടോ, ഈ തൈ മുളപ്പിക്കുന്നത് വെറും ഇതിലാണ്. ഞാൻ മുളപ്പിച്ചിരുന്നു, വെറും ചകിരിച്ചോറും കമ്പോസ്റ്റും ഇത് മിക്സ് ചെയ്തിട്ട് മണ്ണുണ്ടാവില്ല. ഇത് വഴുതന കേട്ടോ. വഴുതന പിന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കായ കാണിച്ചിട്ടുണ്ടാവും. 2 കൊല്ലം 3 കൊല്ലം പ്രശ്നമില്ല. നമ്മൾ ആ കൊമ്പ് ഇങ്ങനെ ഇടയ്ക്കൊന്ന് വെട്ടി കൊടുത്താൽ മതി. ഇത് ചീനമുളക് കേട്ടോ. ഇത്ര ചീനമുളകും തയ്യ അവിടെ ഉണ്ടായിരുന്നു, ഒക്കെ പോയി. ഇതൊന്ന് മേടിച്ചതാണ്, നോക്കട്ടെ അങ്ങനെ ഉണ്ടായിരുന്നു. അവർ പച്ചയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. ചിലപ്പോൾ കായ്ച്ചു വരുമ്പോൾ വെള്ളയാവും, നല്ല ടേസ്റ്റ് ഇല്ല തീരെ. 1 കിലോ ചീനമുളകിന് 800 രൂപ വില. ഇവിടെ അറിയണ്ടായിരുന്നു. അപ്പം എല്ലാം ഇങ്ങനെ ആള് ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനിയൊരു ബാഗ് ബാക്കിയുണ്ട്, അതിലേക്കില്ല. നമ്മളിനി ഇതൊന്നിങ്ങനെ നനച്ചു കൊടുക്കാം കേട്ടോ. ആദ്യത്തെ 1-2 ദിവസം അങ്ങനെ, 1-2 അല്ല, വേര് പിടിക്കുന്ന വരെ കപ്പ് കൊണ്ട് നനച്ചു കൊടുക്കണം. ഓസ് കൊണ്ട് നനച്ചാൽ ഇല്ല, ഇതൊന്ന് വേര് പിടിച്ചതൊക്കെ തെളിയല്ലോ. പിന്നെ ഓസ് ഇട്ടിട്ട് നനയ്ക്കാം. കുറച്ചല്ലേ ഉള്ളൂ, ബക്കറ്റ് കൊണ്ട് നനയ്ക്കാവുന്നേ ഉള്ളൂ. അതുപോലെ 2 ദിവസം തണലിലാണ്, പിന്നെ എടുത്ത് വെയിലത്തേക്ക് വയ്ക്കും ടെറസിന്. ഇത് ടെറസ് തന്നെയാണ്, ഇത് കുറച്ച് ഷീറ്റുള്ള സ്ഥലമാണ് മേലെ. രണ്ട് ദിവസം 2 നേരം നനയ്ക്കുന്നത് നല്ല കേട്ടോ. പിന്നെ കുറേ നേരം നനച്ചാൽ മതി. ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് വെയിലത്തേക്ക് വയ്ക്കുക. അതാണ് തന്നെ ഇന്നത്തെ പണി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.